ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു കൊണ്ടുള്ള ഒരു തോരനാണ്. ഇങ്ങനെ തോരൻ ആരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുക്കറിലിട്ട് വേവിക്കാം. കുക്കറിൽ ചക്കക്കുരു ഇട്ട് കൊടുത്തതിന് ശേഷം അത് വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചക്കക്കുരുൻ്റെ മേലെ വെള്ളം നിൽക്കണ മാതിരി വെക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. 3 വിസിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് തോരനാണല്ലോ, അപ്പോൾ അതിന് ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ചക്കക്കുരു ഒരു ഡ്രെയിനർ ഉപയോഗിച്ച് എടുത്ത് ഒട്ടും വെള്ളമില്ലാതെ എടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം ചക്കക്കുരുവും വെള്ളമില്ലാതെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് വെള്ളമില്ലാതെ ഒന്ന് തരിതരിപ്പായിട്ട് അടിച്ചെടുക്കാം. പൾസ് മോഡലിൽ ഇട്ടാൽ മതി. 3 പ്രാവശ്യം പൾസ് മോഡലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തരിതരിപ്പായിട്ട് ഇങ്ങനത്തെ രീതിയിൽ കിട്ടും. ഇനി നമുക്കിത് താളിച്ചെടുക്കേണ്ട പരിപാടിയുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുക് ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ട് വഴണ്ടി അതിൻ്റെ കളറൊന്ന് മാറുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കുത്തുമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചക്കക്കുരു ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ അതിൻ്റെ പണി. പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ തൊലി കളഞ്ഞിട്ടാണ് കുക്കറിലിട്ട് വേവിച്ചിരിക്കുന്നത്. നമുക്ക് ഒട്ടും സമയമില്ലെങ്കിൽ ഇപ്പോൾ ചക്കക്കുരു അങ്ങനെ തന്നെ കഴുകിയതിന് ശേഷം മുഴുവനോടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ തൊലി കളയേണ്ട നേരവും മിച്ചവും കട്ട് ചെയ്യാനുള്ള നേരവും മിച്ചമാവും നമുക്ക്. അപ്പോൾ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആ രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കാൻ ശ്രദ്ധിക്കണേ. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അപ്പം നന്ദി, നമസ്കാരം.